സംസ്ഥാന സർക്കാരിന്റെ അനാവശ്യ കടുംപിടുത്തവും വാശിയും കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചത് 1500 കോടി രൂപയാണ്. ഈ പണം കിട്ടാൻ വേണ്ടി ഒടുവിൽ കടുംപിടുത്തങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് കേരള സർക്കാർ. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ടാണെന്നും കേന്ദ്ര സഹായം എല്ലാ വിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും വ്യക്തമാക്കിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചത്. തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുവെന്നും കരാറിൽ ഒപ്പിടുന്നതിനായി വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ പദ്ധതികൾക്കായി കേരളത്തിന് അർഹതപ്പെട്ട 1500 കോടി രൂപയുടെ കുടിശ്ശിക നേടിയെടുക്കാൻ ഇതേ മാർഗമുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതിയിൽ ഒപ്പിടുന്നതിന് CPM-ഉം പൊതുവിദ്യാഭ്യാസ വകുപ്പും അനുകൂലമായിരുന്നുവെങ്കിലും CPI കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. ഇതോടെ 2 തവണ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. ഇക്കുറി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കുകയായിരുന്നു. CPI-യെ വിവരം അറിയിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ടാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരുമെന്നും പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ എന്ന ബോർഡ് വയ്ക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിനെ എതിർത്തത്. PM ശ്രീയിൽ ഒപ്പിട്ടാലും സിലബസിൽ നിന്ന് ചരിത്ര വസ്തുതകൾ ഒഴിവാക്കുന്നതടക്കം കേരളം അംഗീകരിക്കാത്ത ഒരു കാര്യവും ഇവിടെ നടപ്പിലാക്കില്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. PM ശ്രീ നടപ്പിലാക്കാത്തതിനാൽ 2 വർഷമായി സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച തുക നേടിയെടുക്കാനാണ് ശ്രമം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതത്തോടെ മന്ത്രി വി ശിവൻകുട്ടി PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥർക്ക് പച്ചക്കൊടി കാണിച്ചെന്നാണ് വിവരം. ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കെ അവകാശപ്പെട്ട പണം പാഴാക്കരുതെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് PM ശ്രീ പദ്ധതി. വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം രാഷ്ട്രീയവും നയപരവുമായി പദ്ധതിയെ എതിർക്കുകയാണ്. അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ സന്ദർശിച്ചപ്പോഴും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതായിട്ടാണ് സൂചന. 2023-24 കേന്ദ്രം ഫണ്ട് തടഞ്ഞത്. പദ്ധതി ശുപാർശ മന്ത്രിസഭയിലെത്തിയപ്പോൾ CPI എതിർത്തതിനാൽ മുന്നോട്ടു പോയില്ല. തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലാണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. NEP-യുടെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതാണ് PM ശ്രീ സ്കൂൾ. അതിനാൽ ഇത് നടപ്പിലാക്കാൻ NEP ഒപ്പിടണം. 2023-27 വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. ഓരോ ബ്ലോക്കിലും 2 സ്കൂൾ PM ശ്രീയായി വികസിപ്പിക്കും. ഒരു സ്കൂളിന് ശരാശരി 1.13 കോടി. കേന്ദ്ര സംസ്ഥാന വിഹിതം 60.40 എന്ന അനുപാതത്തിൽ. അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിന് വിട്ടുകൊടുക്കണമോ എന്നതാണ് CPI-യുടെ ചോദ്യം.